ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് രാജേഷാണ്. വീട്ടിൽ മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ടാങ്കാണ് ഈ കാണുന്നത്. രണ്ട് പോർഷനായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് കുറച്ച് ഓർണമെന്റൽ ഫിഷസും ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗത്താണ് നമ്മൾ ആഫ്രിക്കൻ മുഷീനെ വളർത്തുന്നത്. ഒരു 10-12 എണ്ണം ഉണ്ട് ആഫ്രിക്കൻ മുഷി. ഇപ്പം ഈ വെള്ളം കുറച്ച് പഴക്കമായിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കൂട്ടത്തിൽ ഇവിടെ എൻ്റെ വീട്ടിലത്തെ ചെറിയൊരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ കാണിക്കുന്നുണ്ടെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ടാങ്ക് ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ നമ്മൾ വെള്ളം മുക്കുന്ന സമയത്തെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ എടുത്തിട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് വെള്ളം മുക്കി കളയുന്നത്. ചെറിയൊരു ഹോള് വീണ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ഇങ്ങനത്തെ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ. ഇപ്പം ഏകദേശം വെള്ളം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീനുകളെ ഇപ്പോൾ കാണാൻ തുടങ്ങും. ഈ വലത്തെ ഭാഗത്തുള്ള ഏരിയ നമുക്ക് ഈ ഓർണമെന്റൽ ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവരെ ഇപ്പോൾ എടുത്ത് പുറത്തോട്ട് ഒരു ബക്കറ്റിലോട്ട് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് വാട്ടർ റീഫില്ല് ചെയ്യാം. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഏരിയ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആഫ്രിക്കൻ മുഷി ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ചളിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം റീഫില്ല് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ കുറച്ച് ഗോൾഡ് ഫിഷും അതേപോലെ കുറച്ച് ഗൗരാമിയുടെ കുട്ടികളൊക്കെയാണ് ഉള്ളത്. അവരതിനൊക്കെ എടുത്ത് നമുക്ക് പുറത്ത് വെച്ച് ഒന്ന് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീഫില്ല് ചെയ്യാം. ഓക്കെ. നാണൻകുണികളെ പോലെ നീന്തി കളിക്കുന്ന ഈ ആഫ്രിക്കൻ മുഷി, അവയെ പിടിക്കാൻ ചെന്നാൽ അറിയാം അവരുടെ പവർ. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിനെ ജസ്റ്റ് ഈ ബക്കറ്റിലോട്ട് പിടിക്കുന്നത്. വീട്ടിലെ ഈ ചെറിയ അക്വേറിയത്തിലെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിലത്തെ ആ സ്റ്റോൺസും കോറൽസും ഒക്കെ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോഴാണ് ദിയക്കുട്ടി ഒപ്പം കൂടിയത്. അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൗതുകം. അപ്പോൾ അവൾക്കും ഇതിലൂടെ കല്ലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, അതേപോലെ കോറലൊക്കെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടിയിട്ടുണ്ട്. എടുത്ത് വെച്ചോ, ഇവിടെ ഇങ്ങോട്ട് വാ.
ഇവിടെയും ജീവനുണ്ടോ? ജീവനൊന്നുമില്ല. ഇല്ല, ഞാൻ കഴിഞ്ഞു. അക്വേറിയത്തിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഓൾറെഡി പിടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞു മീനുകളെയൊക്കെ തിരിച്ച് അക്വേറിയത്തിലേക്ക് വിടണം. അപ്പം അങ്ങനെ വിടാൻ പോവുകയാണ്. ഞാനും വിടട്ടെ. അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ ക്ലീനിങ്ങും അതേപോലെ തന്നെ അക്വേറിയം ക്ലീനിങ്ങും സെറ്റിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത നല്ല ഫിഷിംഗ് ആക്ഷൻ വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് മാൾഡീവ്സിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.